മഹാരാജ ജൂൺ 14-നാണ് റിലീസ് ചെയ്തത്. ഇൻഡസ്ട്രി ട്രാക്കർ സാറ്റ്നിൽക്ക് കോം കണക്ക് പറയുന്നതനുസരിച്ച് ആഭ്യന്തര വിപണിയില് ഇതുവരെ ചിത്രം 9 ദിവസത്തില് 41.90 കോടി നേടിയിട്ടുണ്ട്. റിലീസ് ദിനത്തില് ചിത്രം 4.7 കോടി രൂപയാണ് നേടിയത്. ആദ്യ വാരാന്ത്യമായ അടുത്ത 2 ദിവസങ്ങളില് മഹാരാജ ശനിയാഴ്ച 7.75 കോടിയും ഞായറാഴ്ച 9.4 കോടിയും നേടി. ഇതോടെ ആദ്യ വാരാന്ത്യ കളക്ഷൻ മൊത്തം 17.15 കോടിയായി. തമിഴ് സിനിമയില് ഈ വർഷത്തെ റെക്കോർഡ് കളക്ഷനായിരുന്നു ഇത്. അടുത്ത 4 ദിവസങ്ങളില് കളക്ഷൻ ഇടിഞ്ഞെങ്കിലും വെള്ളിയാഴ്ച ട്രെൻഡ് മാറുന്നത് വരെ 3 കോടി രൂപ ശരാശരി കളക്ഷന് ചിത്രം നിലനിർത്തി. പുതിയ വാരാന്ത്യം വന്നതോടെ ചിത്രത്തിന്റെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ജൂൺ 22 ശനിയാഴ്ച 5.4 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ചിത്രം നേടിയത്. 35.48% ഓക്യുപ്പൻസി രേഖപ്പെടുത്തി. മഹാരാജയുടെ ആഗോള ബിസിനസ് കണക്കിലെടുക്കുമ്പോൾ വിദേശ വിപണിയില് 18 കോടി ഗ്രോസും ഇന്ത്യയില് 48.2 കോടി ഗ്രോസും ചിത്രം നേടി. സാറ്റ്നിൽക്ക് പറയുന്നതനുസരിച്ച് ചിത്രത്തിന്റെ മൊത്തം ഗ്രോസ് 66.2 കോടി രൂപയായി. ഓവർസീസ് മാർക്കറ്റുകളില് ഏറ്റവും വേഗത്തില് 1 മില്യൺ USD കളക്ഷന് നേടിയ ചിത്രമായി മഹാരാജ മാറിയിട്ടുണ്ട്. ഞായറാഴ്ചത്തെ കളക്ഷന് കൂടി വരുന്നതോടെ ചിത്രം 70 കോടി ആഗോള കളക്ഷന് പിന്നിടും എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാര് പറയുന്നത്. ഓവർസീസ് മാർക്കറ്റുകളില് ഏറ്റവും വേഗത്തില് 1 മില്യൺ USD കളക്ഷന് നേടിയ ചിത്രമായി മഹാരാജ മാറിയിട്ടുണ്ട്. ഞായറാഴ്ചത്തെ കളക്ഷന് കൂടി വരുന്നതോടെ ചിത്രം 70 കോടി ആഗോള കളക്ഷന് പിന്നിടും എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാര് പറയുന്നത്. ചിത്രത്തില് മമത മോഹൻദാസ് ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അനുരാഗ് കശ്യപ് വില്ലൻ വേഷത്തിലെത്തുന്ന മഹാരാജയുടെ രചനയും നിതിലൻ സാമിനാഥനാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തില് നടി നടരാജ്, ഭാരതിരാജ, അഭിരാമി, സിംഗംപുലി, കൽക്കി എന്നിവരും അഭിനയിക്കുന്നുണ്ട്. പാഷൻ സ്റ്റുഡിയോസ്, ദി റൂട്ട് എന്നീ ബാനറുകളില് സുധൻ സുന്ദരവും ജഗദീഷ് പളനിസ്വാമിയും ചേർന്നാണ് നിർമ്മാണം. സംഗീതം നൽകിയിരിക്കുന്നത് ബി അജനീഷ് ലോക്നാഥ് ആണ്. ശ്രീപ്രിയ കമ്പൈൻസിലൂടെ AV മീഡിയാസ് കൺസൾട്ടൻസിയാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളില് എത്തിച്ചിരിക്കുന്നത്. PRO പ്രതീഷ് ശേഖർ.